ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എസ്പ്രസ്സോൻ്റെ ഉള്ളിൽ എന്തൊക്കെ കൺട്രോൾസ് ഉണ്ടെന്നുള്ളതാണ്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റില്ലെങ്കിലും എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഡ്രൈവർ സീറ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോ ഓഫ്, പിന്നെ വിൻഡോൻ്റെ കൺട്രോൾ ഇത്രയാണ് കണ്ടുവരുന്നത്. നമ്മൾ വണ്ടി ഓൺ ചെയ്യണ സമയത്ത് ട്രാക്ഷൻ കൺട്രോൾ ഓട്ടോമാറ്റിക്കലി ഓൺ ആയിരിക്കും. അത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 സെക്കൻഡ് ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ചിൽ പ്രസ് ചെയ്താൽ മതിയാവും. നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ അടുത്ത് ഇങ്ങനെ വിസിബിൾ ആവും ട്രാക്ഷൻ കൺട്രോൾ ഓഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിലും 2 സെക്കൻഡ് അതിൽ പ്രസ് ചെയ്താൽ മതിയാവും. അടുത്തതായിട്ട് ഓട്ടോ ഓഫ് അല്ലെങ്കിൽ ഓട്ടോ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിലും 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഓഫ് ആകുമ്പോഴത്തേക്കും സ്ക്രീനിൽ ഇങ്ങനെ ഒരു ഓട്ടോ ഓഫിൻ്റെ സിമ്പല് വിസിബിൾ ആവും. ഓഫ് ചെയ്യണമെങ്കിലും 2 സെക്കൻഡ് പ്രസ് ചെയ്താൽ മതിയാവും. ഈ ഒരു സ്വിച്ച് സ്ലൈഡ് ചെയ്യുന്ന വഴി നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള വിൻഡോയും റൈറ്റ് സൈഡിലുള്ള വിൻഡോയും കൺട്രോൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡാഷ്ബോർഡിൻ്റെ താഴെയായിട്ട് ഹെഡ്ലൈറ്റിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോളറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിൽ വരുന്ന കൺട്രോൾ എന്ന് പറഞ്ഞാൽ കോൾ എടുക്കാനും കട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ വോയിസ് അസിസ്റ്റൻസ് ഉണ്ട്. ഇത് കേബിൾ വഴി ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ആക്കിയാലേ കണക്ട് ആകത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മോഡ് മാറ്റാൻ പറ്റും. FM ആണെങ്കിൽ FM, ബ്ലൂടൂത്ത് ആണെങ്കിൽ ബ്ലൂടൂത്ത്, അങ്ങനെ മോഡ് നമുക്ക് മാറ്റി കൊടുക്കാം. പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ആൻഡ് പ്രീവിയസ് ബട്ടൺ ഉണ്ട്. ഇതൊക്കെയാണ് സ്റ്റിയറിംഗ് കൺട്രോൾസിൽ വരുന്നത്. ഞാൻ പിന്നെയും പറയുന്നു, ടെക്നിക്കലി എനിക്കൊന്നും പറയാൻ അറിഞ്ഞൂടാ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ചാർജിങ് സോക്കറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ചാർജിങ് സോക്കറ്റാണുള്ളത്. ഇൻബിൽറ്റ് ആയിട്ട് അതിലൊരെണ്ണം ഉണ്ടാവും. ഒന്ന് നമുക്ക് എക്സ്ട്രാ ആക്സസറീസിൽ ആഡ് ചെയ്യാവുന്നതാണ്. 2 പവർ വിൻഡോസ് ആണുള്ളത്. അതിൻ്റെ കൺട്രോളും സെൻറ്ററിൽ തന്നെയാണ് ഉള്ളത്. അടുത്തത് സ്പീഡോമീറ്ററിൽ കാണുന്ന ഈ ഒരു ബട്ടണാണ്. ഇത് ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കിലോമീറ്റർ, ആവറേജ്, ട്രിപ്പ് ഒക്കെയാണ് കാണിക്കുന്നത്. ഓരോ ട്രിപ്പിൻ്റെയും കിലോമീറ്റർ റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചു കൊടുത്താൽ മതിയാവും. എയർ ബാഗിനെ കുറിച്ച് പറയുമ്പോൾ ഫ്രണ്ടിലുള്ള 2 ആൾക്കുള്ള എയർ ബാഗ് ഇതിനകത്തുണ്ട്. ഫ്രണ്ട് ഡോറിൻ്റെ സൈഡുകളിലായിട്ട് 2 സ്പീക്കേഴ്സ് ആണുള്ളത്. ഡോറിൽ ബോട്ടിൽ ഹോൾഡറും ഉണ്ട്. ഡിക്കിയും ഫ്യൂവൽ ടാങ്കും ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഡ്രൈവർ സീറ്റിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. അതിൽ പിടിച്ച് പുള്ള് ചെയ്താൽ മതിയാവും. സോ ഇത്രയൊക്കെയാണ് എസ്പ്രസ്സോയിൽ ഞാൻ നോട്ടീസ് ചെയ്തത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചേർക്കാവുന്നതാണ്. ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വെച്ച് വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഈ വണ്ടി തോന്നി. മുന്നേ ഉള്ള വീഡിയോസ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. വണ്ടിയുടെ പ്രൈസും മോഡലൊക്കെ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തിരുത്തി തരിക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.